നിങ്ങൾ ഈ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ഉന്നത പാപത്തിലും നഗരത്തിലുമാണ് മരിക്കുന്നതെങ്കിൽ, പാപിയായിട്ടാണ് ഇവിടെ മരിക്കുന്നതെങ്കിൽ, പൗരോഹിത്യത്തിന്റെ അടിമത്തത്തിലാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്നെന്ന് ലോകം അവസാനിക്കുമെന്നും, അന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ എത്ര ഉന്നതന്മാരോ എത്ര വലിയവരോ ആര് രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ പുരോഹിതന്മാരോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇന്ന് പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ക്രിസ്തുയേശുവിനോട് ചേർന്ന് പാപമോചനം നേടാതെയാണ് മരിക്കുന്നതെങ്കിൽ, ഇന്നാണ് ക്രിസ്തു വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്നെന്ന് ലോകം അവസാനിക്കുകയും, അന്ന് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും ഈ കല്ലറുകൾ വിട്ട്, ഇതാ എന്റെ മുമ്പിൽ ഒരു ക്രിസ്ത്യൻ പള്ളി കാണുന്നുണ്ട്, ഇതിനകത്ത് അടക്കപ്പെട്ട ഓരോ വ്യക്തികളും ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുമ്പോൾ മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുന്തിരിക്കം പുകച്ച് ധൂപ പ്രാർത്ഥന ചെയ്താൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുകയില്ല. ഞാനൊരു ഹിന്ദുവായിരുന്നപ്പോൾ എന്റെ മക്കളോ അനുദ്രവമാരായി ചെയ്യുന്ന പിണ്ടാടിയതിനെ കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. ഏക വഴി മാനസാന്തരവും സ്നാനവും